ശ്രീകണ്ഠപുരം നഗരസഭ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ നഗരസഭാതല ഖരമാലിന്യ പരിപാലന അന്തിമ രൂപരേഖ പോസ്റ്റ് കൺസൾട്ടേഷൻ യോഗം ശ്രീകണ്ഠപുരം നഗരസഭാ കൗൺസിലർ ഹാളിൽ വെച്ച് നടത്തി. പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ ഖരമാലിന്യങ്ങൾ, സോളിഡ് വേസ്റ്റ്, അതെങ്ങനെയാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അത് നിർമ്മാർജ്ജനം ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതിന് വളരെ നല്ല ഒരു കൺസൾട്ടേഷൻ നേരത്തെ നടന്നു കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരെല്ലാം അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കും. അതിനാണ് നമ്മളെല്ലാവരും കാത്തു നിൽക്കുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ അഡീഷൻസ് നമുക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കണം. നമ്മളെ വിവരങ്ങൾ അപ് ടു ഡേറ്റ് ആയപ്പോൾ അപ് ടു സെക്കൻഡ് ആകണം. അപ് ടു ഡേറ്റ് നമ്മൾ അനുദിനമല്ല, അനുനിമിഷം നമ്മുടെ അറിവുകൾ പുതുക്കപ്പെടുകയാണ്. കാലഹരണപ്പെടുക എന്നൊക്കെ പറഞ്ഞ പണ്ട് കാലത്ത് കുറെ കാലം കൊണ്ട് സംഭവിക്കുന്നതായിരുന്നു. പക്ഷെ ഇപ്പോ കാലഹരണപ്പെടുക എന്നത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. കേരളത്തിലെ നഗരസഭകളിൽ മാലിന്യ സംസ്കരണ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ലോകബാങ്ക് സാമ്പത്തിക സഹായം ഉപയോഗിച്ചുകൊണ്ട് കേരള സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി. ലോകബാങ്ക്, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്നിവയുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഖരമാലിന്യ പരിപാലന രംഗത്തെ പ്രശ്നങ്ങൾക്കും വെല്ലുവിളികൾക്കും സമഗ്രമായ പരിഹാരം ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നഗരങ്ങളിലെ മാലിന്യ സംസ്കരണ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആധുനിക ശാസ്ത്രീയ സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ പദ്ധതി. കേരളത്തിലെ 87 മുനിസിപ്പാലിറ്റികളിലും 6 കോർപ്പറേഷൻ പരിധിയിലുമായി കഴിയുന്ന 75 ലക്ഷത്തോളം പേർക്ക് ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കും. 6 വർഷ കാലയളവിൽ പൂർത്തിയാക്കുന്ന നഗരസഭാതല ഖരമാലിന്യ പരിപാലന രൂപരേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് പോസ്റ്റ് കൺസൾട്ടേഷൻ യോഗം ശ്രീകണ്ഠപുരം നഗരസഭാ കൗൺസിലർ ഹാളിൽ വെച്ച് നടത്തി. ചെയർപേഴ്സൺ ഡോക്ടർ കെ.വി. ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ നഗരസഭകളിലും നഗരസഭാതല ഖരമാലിന്യ പരിപാലന രൂപരേഖ തയ്യാറാക്കുന്നതാണ്. നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശ്രീമതി നസീമ VP അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ചന്ദ്രാംഗതൻ മാസ്റ്റർ, ജോസഫിന ടീച്ചർ, ത്രേസ്യ മാത്യു, ജോസഫ് കൊന്നക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ക്ലീൻ സിറ്റി മാനേജർ ശ്രീ മോഹനൻ P സ്വാഗതം പറഞ്ഞു. KSWMP സോഷ്യൽ എക്സ്പേർട്ട് E വിനോദ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ശ്രീ സുരേഷ് കുമാർ അവതരണം നടത്തുകയും നഗരസഭാ എഞ്ചിനീയർ ദീപക് കുമാർ നന്ദി പറഞ്ഞു. കൂടാതെ വ്യാപാര വ്യവസായ പ്രതിനിധികൾ, കുടുംബശ്രീ, ഹരിത കർമ്മസേന, രാഷ്ട്രീയ പ്രവർത്തകർ, ക്ലബ്ബ് ഭാരവാഹികൾ, സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു.